പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ റമളാനു ഷരീഫിനെ വരവേൽക്കുവാനുള്ള വലിയ ഭാഗ്യം സാധുക്കളാകുന്ന നമുക്കൊക്കെയും ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവേ, പരിശുദ്ധമായ റമളാനിൻ്റെ പകലുകളും റമളാനിൻ്റെ രാത്രികളും നീ പൊരുത്തപ്പെട്ട രൂപത്തിലും നിനക്കുള്ള ഇബാദത്തുമായും ശുഗലാകുവാനുള്ള വലിയ ഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഖൽബുകൊണ്ടും കണ്ണുകൊണ്ടും നാവുകൊണ്ടും കാതുകൊണ്ടും സർവ്വാവയവങ്ങളെ കൊണ്ടും നോമ്പനുഷ്ഠിക്കുന്ന നിന്റെ മുഖറബീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളാകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ നോമ്പിനെയും അല്ലാഹുവേ നീ ഉൾപ്പെടുത്തി ഞങ്ങളോട് കൃപ ചെയ്യണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, പരിശുദ്ധമായ റമളാനു ഷരീഫ് പകൽ സമയത്ത് നാം നോമ്പെടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ധാരാളമായി ഭക്ഷണം നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് റമളാനു ഷരീഫ് എന്ന് പറയുന്നത്. വയറു നിറയെ പകൽ സമയം അല്ലാത്ത സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനും നമ്മുടെ ഡൈനിങ് ടേബിളിൽ സമൃദ്ധമായി ഭക്ഷണം, ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ റമളാൻ എന്ന് പറയുന്നത്. എന്നാൽ ഭക്ഷണത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവുക എന്നത് തന്നെയാണ്. ഹലാലായ ഭക്ഷണം അത് തന്നെ കഴിക്കുന്ന സമയം വയറു നിറയെ കഴിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ട് താനും. വഹ്റുസ് അലാ തലബിൽ ഹലാൽ, ഹലാലായ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി, ഹലാലായ റിസ്ഖ് ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നതാണ് പരിശുദ്ധമായ ദീൻ നമ്മളോട് പറയുന്നത്. എന്തെങ്കിലും കഴിക്കുക എന്നതല്ല, മറിച്ച് ഹലാലായ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഈ ഹലാലായ ഭക്ഷണം തന്നെ വയറു നിറയെ കഴിച്ചാൽ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഫഇന്ന ശബഅ യുഖ്സിൽ ഖൽബ, എപ്പോഴും വയറ് നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്ന അതിൻ്റെ ദുരന്തം എന്താണ്? നമ്മുടെ ഹൃദയം അത് കാരണമായി കടുത്തുപോകും. ഹൃദയം കടുത്തുപോകും. ഖസാവത്തുൽ ഖൽബ് എന്ന് പറയുന്നത്, ഹൃദയം കടുത്തു പോവുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാതിരിക്കാൻ കാരണമാകും. കാരണം എന്താണ്? ഹൃദയം കടുത്തുപോയ വ്യക്തിയിൽ നിന്ന് സുഹൃതങ്ങൾ ഉണ്ടാവുകയില്ല. മറ്റുള്ള ആളുകളോട് സഹതാപം ആ രൂപത്തിലുള്ള മനസ്സുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. അപരന്മാരാകുന്ന ആളുകൾക്ക് നന്മ ചെയ്യാനും സഹായം ചെയ്യാനും വത്താശകൾ ചെയ്തു കൊടുക്കാനും അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനും അവർക്ക് കൈത്താങ്ങായി വർത്തിക്കാനും ഇതിനൊന്നും ഖസ്വത്തുൽ ഖൽബ് എന്ന ലെവലിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ ആ വ്യക്തിക്ക് സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് അതിലൂടെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളൊന്നും സംഭവിക്കാതെ വരുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകും.
പടച്ച റബ്ബിന്റെ പൊരുത്തം ആ മനുഷ്യന് കിട്ടാതെയായി പോകും. അതുകൊണ്ട് തന്നെ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് അതിന്റെ ദുരന്തമായി പറയുന്നത് വയുഫ്സിദു ദിഹ്ന. എപ്പോഴും ഇങ്ങനെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അവരുടെ ആലോചനകൾ ഫസാദ് നിറഞ്ഞ ആലോചനകളായിരിക്കും അവരിൽ ഉണ്ടാകുന്നത്. അവരുടെ ചിന്തകളും ആലോചനകളുമൊക്കെ ഫസാദുള്ളത്, ഫിത്നകൾ ഉള്ളത്, ഇത്തരത്തിലുള്ളതായിരിക്കും അവരുടെ ആലോചനകളായി രൂപപ്പെടുന്നത്. അതേ പ്രകാരം തന്നെ ഹിഫ്ളിനെ ബാത്തിലാക്കി കളയും. നല്ല ഹിഫ്ള് അവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളും അതേ പ്രകാരം തന്നെ മറ്റു വിഷയങ്ങൾ സീരിയസ് ആയി പഠിക്കുന്ന കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് അവർ വായിക്കാൻ ഇരിക്കുന്നത് നല്ലതല്ല. വേണ്ട രൂപത്തിൽ മനഃപ്പാഠമാക്കാൻ അവർക്ക് കഴിയില്ല. എപ്പോഴും അർദ്ധ വയറോ അതിനേക്കാൾ കുറഞ്ഞ വയറോ ആയിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളെയൊക്കെ നമ്മൾ നേരിടേണ്ടത്. അതേ പ്രകാരം തന്നെ ഇതിന്റെ മറ്റൊരു ഭവിഷ്യത്താണ് ഇബാദത്തിന്റെ മേഖലയിൽ നിന്നും അതേ പ്രകാരം ഇൽമ് പഠിക്കുന്ന മേഖലയിൽ നിന്നും തൻ്റെ അവയവങ്ങൾക്ക് അത് വല്ലാത്ത ഭാരമുള്ളതായി അനുഭവപ്പെടും. ഇതൊക്കെ ശരിയല്ലേ? നമ്മൾ അനുഭവിക്കുന്ന വസ്തുതകളല്ലേ? വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അത്തരക്കാരാകുന്ന ആളുകൾക്ക് ഇബാദത്തിന്റെ മുൻപിൽ അവർ ക്ഷീണിതരായി മാറും. എത്ര ശരിയാണിത്! ഈ റമദാൻ മാസം വന്നാല് ഇപ്പോ നമ്മൾ 5-ാമത്തെ നോമ്പിലല്ലേ ഇത്, അല്ലേ? 4 ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4-ാമത്തെ നോമ്പ്. ഇന്നലെ മാത്രമാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് അല്പമെങ്കിലും ഭക്ഷണം കഴിച്ചത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം മറ്റു കുറച്ച് സംഗതികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു. പിന്നെ തറാവീഹ് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്നലെ കുറച്ച് നമ്മുടെ അബ്ബാസ് ഹാജിയുടെ 40 അള്ളാഹു അബ്ബാസ് ഹാജിയുടെ ഖബറുടെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും ഉണ്ടായപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് തന്നെ തറാവീഹിന് നിസ്കരിക്കാൻ നിന്നപ്പോൾ തറാവീഹ് പൂർത്തീകരിച്ചു വിത്ർ നിസ്കരിക്കാൻ പ്രയാസപ്പെട്ടു. അങ്ങനെ വിത്ർ നിസ്കരിക്കാതെ വിത്ർ പിന്നെ രാത്രി 3 മണിക്ക് ശേഷമാണ് വിത്ർ നിസ്കരിച്ചത്. അപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾക്ക് ഇബാദത്തിന്റെ മുൻപിൽ വല്ലാത്ത ഭാരമുള്ളതായി അനുഭവപ്പെടും. നമ്മുടെ അവയവങ്ങളെ ഇബാദത്തിന് വേണ്ടി വഴങ്ങിക്കിട്ടൂല. ഇബാദത്തുകളുടെ മുൻപിൽ നമ്മുടെ അവയവങ്ങൾക്ക് ഒരു വണക്കമുണ്ടാവുകയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ റമദാനിന്റെ തലേ ദിവസത്തെ ക്ലാസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്, നോമ്പ് തുറക്കുന്ന സമയത്ത് വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് എന്നും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പിന്നീടുള്ള നമ്മുടെ ഖുർആനോത്തിനും തറാവീഹ് നിസ്കാരത്തിനൊക്കെ അത് ബാധിക്കും. നമ്മുടെ അവയവങ്ങൾക്ക് അത് വല്ലാത്ത ഭാരമായി മാറും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മുടെ അവയവങ്ങൾക്ക് ഇബാദത്ത് ഭാരമാകുന്ന പല കാരണങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അതേ പ്രകാരം തന്നെ ഇബാദത്തുകളുടെ മുൻപിൽ നമ്മുടെ അവയവങ്ങൾ ദുർബലമായി പോകുന്ന വേറെ ചില വിഷയങ്ങളുണ്ട്. ജസാഉൽ മഅസിയത്തി അൽ വഹ്നു ഫിൽ ഇബാദ. നാം ചെയ്തു കൂട്ടിയ ദോഷങ്ങളുടെ ആധിക്യത്തിന്റെ കാരണമായി ഇബാദത്തുകളുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോ ആ ഇബാദത്തിന്റെ മുൻപിൽ നമ്മുടെ അവയവങ്ങൾ ദുർബലമായി പോകുന്നു.
മഅസിയത്തുകൾ നമ്മുടെ അക്കൗണ്ടിൽ ധാരാളമായി കിടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇബാദത്ത് എടുക്കാൻ പ്രയാസമാണ്. അതും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ജീവിതത്തിൽ തെറ്റുകളുടെ മേച്ചിൽ പുറങ്ങളിലൂടെ മേഞ്ഞു നടക്കുന്ന ആളുകൾ ആരാണോ അവരെ നമ്മൾ ഇബാദത്തിന്റെ മുൻപിൽ കാണുന്നില്ല. അവർ ഖുർആനിന്റെ മുൻപിൽ അവരെ കാണുന്നില്ല. അല്ലാഹുവിന്റെ മുൻപിലുള്ള നിസ്കാരം, ആ നിസ്കാരത്തിന് അവരെ കാണുന്നില്ല. ഇതുപോലുള്ള ഖൈറായ ഇബാദത്തുകളിലൊന്നും അവരെ കാണുന്നില്ല. എന്തേ കാര്യം? അതാണ് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയത്. എന്തേ? ജസാഉൽ മഅസിയത്തി, അവരുടെ ദോഷങ്ങൾ, ആ ദോഷങ്ങളുടെ ആധിക്യം, അത് തൗബ ചെയ്താൽ ആ പ്രശ്നം തീരുകയാണ്. എന്നാൽ ഇവരിൽ നിന്ന് തൗബയേറ്റ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ശരീരം ദുർബലമാവുകയാണ്. എന്തിന്റെ മുമ്പിൽ? മസിൽ പവർ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ആരോഗ്യം ക്ഷയിച്ചത് കൊണ്ടല്ല, ഇബാദത്തിന്റെ മുൻപിൽ അവരുടെ ശരീരം ദുർബലമാകുന്നു. എത്ര കൃത്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ! മഹാന്മാരുടെ ഈ നിരീക്ഷണങ്ങളൊക്കെ എത്ര കൃത്യമാണ്! എന്നാൽ ഇവിടെ ഒരാൾ ഖേദിച്ചു മടങ്ങി വന്നു. അള്ളാഹുവോട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും 40 കൊല്ലമായി അദ്ദേഹം നന്മയുടെ മുഖത്തില്ല. നന്മയുടെ മുഖത്ത് ആ മനുഷ്യനില്ല. അങ്ങനെയുള്ള ഒരാള് 40 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനൊരു വീണ്ടും വിചാരമുണ്ടായി. അങ്ങനെ അള്ളാഹുവോട് അദ്ദേഹം ഖേദിച്ചു മടങ്ങി തൗബ ചെയ്താലോ? തൗബ ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന് ഇബാദത്ത് വല്ലാത്ത രസമായി മാറുന്നു. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവം. ഉസ്താദേ, 40 വർഷം എനിക്ക് നിസ്കാരമില്ല, ജുമുഅ പോലുമില്ല. 40 കൊല്ലം ഞാൻ നിസ്കരിച്ചിട്ടില്ല, ജുമുഅ പോലും അനുഷ്ഠിച്ചിട്ടില്ല. എന്നാൽ ആ 40 കൊല്ലത്തെ നിസ്കാരവും ഞാൻ ഖളാ വീട്ടി. ഇനി വളരെ തുച്ഛം നിസ്കാരം മാത്രമേ എനിക്ക് ഖളാ വീട്ടി എടുക്കാനുള്ളൂ എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ഒരു തൗഫീഖാണ്. ജീവിതത്തിന്റെ ഏതോ ചില സ്ലിപ്പുകളുടെ കാരണമായി ഇബാദത്തിന്റെയും സാലിഹീങ്ങളുടെയും ഒക്കെ കൂട്ടായ്മകളിൽ നിന്ന് മാറി നിന്ന് സഞ്ചരിച്ചു പോയ ആളുകൾ പിന്നീടൊരു സമയത്ത് വീണ്ടും വിചാരമുണ്ടായി, ഈ ദുനിയാവിൽ നിന്നു തന്നെ ആ കേടുകളൊക്കെ തീർക്കാനും പരിഹരിക്കാനും ഖളാ വീട്ടിയെടുക്കാനുമൊക്കെ അവസരമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമാണോ പ്രിയപ്പെട്ട സഹോദരിമാരെ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അക്കൗണ്ടിൽ ഒരൊറ്റ ഫർള് നോമ്പും അനുഷ്ഠിക്കാത്തതായി തൂങ്ങിക്കിടക്കാൻ പാടില്ല കേട്ടോ. അതേ പ്രകാരം ഫർള് നിസ്കാരം പലതിൻ്റെയും പേരിൽ പല ഘട്ടങ്ങളിലായി നമ്മൾ നിസ്കരിക്കാത്തതായി മാറ്റിവെച്ചതുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങൾ അതൊന്നും തന്നെ ഖളാ ആയി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല. ആ നിസ്കാരം ഖളാ വീട്ടിയെടുത്താൽ മാത്രമേ നിസ്കരിക്കാത്തതിൻ്റെ പേരിലുള്ള അതിൻ്റെ കേടെന്താണോ എങ്കിൽ അത് നമ്മിൽ നിന്ന് വിട്ടുമാറുകയുള്ളൂ. മാത്രമല്ല, ആഖിറത്തിലുള്ള ചോദ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ. അല്ലാതെ വരുമ്പോൾ ഇന്ന ദിവസം 2025 ജനുവരി 1, അതെ, അന്ന് 5 വഖ്ത് നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എന്ന റിസൾട്ട് അവിടെ വരുമ്പോ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? അങ്ങനെ ഒരു ചോദ്യമല്ലല്ലോ. എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? പടച്ചോനെ, ഞാൻ ഇന്നതുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നീ ഖളാ വീട്ടി എടുത്തില്ല? ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതല്ലേ? അതുകൊണ്ട് നിസ്കാരങ്ങളും നോമ്പുകളൊന്നും തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അത് ഖളാ ആയി തൂങ്ങിക്കിടക്കാൻ പാടില്ല. നമ്മുടെ മലപ്പുറത്തുള്ള ആളാണ്, നമ്മുടെ ഈ പരിസരത്തുള്ള ഒരാളാണ്. 40 കൊല്ലത്തെ നിസ്കാരം അദ്ദേഹം ഖളാ വീട്ടിയെടുത്തു. ഇനി തുച്ഛ നിസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സാധ്യമാണ് എന്നാണല്ലോ. അതൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി ഈ 40 കൊല്ലത്തെ നിസ്കാരം എത്ര വഖ്തുണ്ട് എന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത്
അങ്ങനെ കണക്ക് കൂട്ടി നിസ്കരിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണം ചുരുക്കി അതിങ്ങനെ ചുരുക്കി അങ്ങനെ എണ്ണം പിടിച്ച് നിസ്കരിച്ച് അല്ലാഹുവേ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ ഇല്ല ഒരൊറ്റ വഖ്ത് നിസ്കാരവും നിസ്കരിക്കാത്തതായി ഖളാ ആയി ഉണ്ട് എന്ന് ഇല്ല എന്ന് പറയാൻ പറ്റണം. ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് പറയാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ കുടുങ്ങിപ്പോകും, അല്ലേ? ആഖിറത്തിൽ ചെന്നാൽ ഒരു മനുഷ്യനോട് അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ ചോദ്യം നിസ്കാരമാണ് എന്ന് നമ്മൾ എത്രയോ പഠിച്ചു വെച്ചതാണ്. അപ്പോ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ ഉത്തരം മുട്ടി. പിന്നെ എന്തു ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? അതേ സമയത്ത് കുറെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഉത്തരം മുട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഉഷാറാണല്ലോ കോട്ടയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കിട്ടിക്കൂടായികയില്ല. ആദ്യത്തെ ചോദ്യത്തിൽ എന്നെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആളെ കഥ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമയമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വന്തമായി ഇങ്ങനെ വിലയിരുത്തുക, ഇങ്ങനെ കണക്കൂട്ടി വെക്കുക. അതിന് കൃത്യമായി ഒരു കണക്ക് കിട്ടണില്ലല്ലോ. എന്നാലും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ നിസ്കരിക്കാത്ത കാലം ഏതാണ്? കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ നിസ്കാരം തുടങ്ങിയതും നിസ്കാര കുപ്പായം തന്നെ കണ്ടത് ഞാൻ പുതിയാപ്പളിന്റെ പെരയിലെത്തിയതിന്റെ ശേഷമാണ്. അങ്ങനെയാണോ പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്നേപ്പന്റെ കല്യാണം കഴിച്ചത് 20ാമത്തെ വയസ്സിലാണ്. എന്നാ പ്രായപൂർത്തി എത്തിയത് മുതൽക്ക് 20 വയസ്സുവരെ എത്ര വർഷമുണ്ട് നോക്കുക. ആ വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റിയ സമയം ഏകദേശം ഇത്ര ഉണ്ടെന്ന് കണക്കൂട്ടി വെക്കുക. അപ്പോ ഇത്ര ഉണ്ടെന്ന് കിട്ടും. അത് നിസ്കരിച്ചു വീട്ടുക. ഇനി വേറെ ചില ആളുകൾക്ക് പറയണ്ടാവുക, ഞാൻ എൻ്റെ കല്യാണം കഴിയണത് വരെ നിസ്കാരവും നോമ്പും ഔറാദും അളമുസ്സലാത്തും പിന്നെ നൂറുൽ ഈമാനും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒക്കെ ജല്ലിപ്പിച്ച് ഇനി എല്ലാം ഉണ്ടായിരുന്നു. പുതിയാപ്പിളുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അവർ കുറച്ച് പരിഷ്കാരികളാണ്. അവിടെ ഞാൻ നിസ്കാര കുപ്പായം ചോദിച്ചപ്പോൾ അമ്മായിമ്മ പരക്കം പായ പറഞ്ഞിട്ടാണോ നിക്കരിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മാക്സി ഇട്ടിക്കരിച്ചോ. ഇങ്ങനെയാണ് അവിടുത്തെ കഥ. പിന്നെ അങ്ങനെ ഓലപ്പം ഇങ്ങനെ കൂടി ഞാനും നിക്കാരെക്കാട്ട് ഒഴിവാക്കി. ഇപ്പം ബൽക്കിപ്പോൾ ഒന്നും സംഭവിക്കണമെന്നില്ലല്ലോ. ഓലിങ്ങനെ നല്ല ഉസാറുണ്ട്, നല്ല മട്ടുണ്ട്. ഇപ്പം എൻ്റെ പെരയത്തിനാട്ടിലും കാണാൻ ചൊർക്ക് ഓലാണ്. കാരണം ചുണ്ടുമ്മൽ ലിപ്സ്റ്റിക് ഉണ്ട്, നഖത്തുമ്മലൊക്കെ വേറെന്തൊക്കെ വാരി തേച്ചിട്ടുണ്ട്. മുഖത്താണെങ്കിൽ അതിനെക്കാട്ടിയിലുണ്ട് മൈദേ മറ്റതൊന്നൊക്കെ അതുമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഉബൽക്കാണല്ലോ അപ്പോൾ ഉഷാർബിലപ്പോൾ നിക്കരിച്ചിട്ട് അപ്പം ഉഷാറൊക്കെ അപ്പം അങ്ങനെ ഞാനും എന്തായി അങ്ങനെ ഓലപ്പം അങ്ങനെ കൂടി നിൽക്കാറ് ഞാൻ നിർത്തി. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് എൻ്റെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞത്? 21ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ നിനക്ക് എത്ര വയസ്സായി? ഇപ്പോൾ എനിക്ക് 31 വയസ്സായി. എങ്കിൽ 10 കൊല്ലത്തെ നിസ്കാരം നിസ്കരിക്കാൻ നിനക്കുണ്ടെങ്കിൽ അത് ഖളാഇ വീട്ടിയെടുക്കണം മോളെ. ഇത് വീട്ടിയിട്ടില്ലെങ്കിൽ സംഭവിക്കൽ എന്താ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പോരെ? മതി. പിന്നാണ് സാധാരണ നമ്മൾ പറയാറില്ല, കത്തുണ പേർക്ക് ഊതുണ കൗക്കോലി ലാഭെന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പോരെ വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയ നിർബന്ധം. എന്നാലും ഇനി ഇതുവരെ ചെയ്യാത്തതുണ്ടല്ലോ, ആ ചെയ്യാത്തതായിട്ട് തന്നെ നിന്റെ ആ ഒരു ലിസ്റ്റിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അതവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഉണ്ടാവും. നിസ്കരിച്ചിട്ടില്ല എന്ന് തന്നെ ഉണ്ടാവും. അവിടെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ടിക്ക് വരണമെങ്കിൽ നിസ്കരിക്കുക തന്നെ വേണം. നിസ്കരിച്ചാൽ രക്ഷപ്പെടും. അപ്പൊ പിന്നെ ആഖിറത്തിൽ ചോദ്യം വരുന്ന സമയത്ത് എടോ ഇതൊക്കെ ഖളാഇന്റെ ലിസ്റ്റിലാണല്ലോ ഉള്ളത്, അദാഇന്റെ ലിസ്റ്റിലല്ലല്ലോ ഈ നിസ്കാരം എന്നുള്ളത്. ഇതൊക്കെ ഖളാഇന്റെ ലിസ്റ്റിലാണല്ലോ ഉള്ളത്. എന്താ ഇത് ഖളാ ആയത്? അപ്പം പറഞ്ഞൂടെ, പടച്ചോനെ അങ്ങനൊക്കെ ഒന്ന് പറ്റിപ്പോയി. എൻ്റെ വീടും എൻ്റെ പരിസരവും എന്നെ കെട്ടിച്ച വീടും ഒക്കെ ഈ കോലത്തിലായതുകൊണ്ട് പടച്ചോനെ ഞാനും ആ കൂട്ടത്തിലായിട്ട് പെട്ട് അങ്ങനെ ആയിപ്പോയതാ. റബ്ബേ ജിന്നോട് പൊറുക്കണം എന്നെങ്കിലും പറയാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കവിടെ ഒരു പഴുതുണ്ടല്ലോ. അതേ സമയത്ത് തീരെ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ എന്താ പറയാ?
തീരെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എന്തു പറയും? അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പിറകോട്ട് നോക്കുമ്പോ ഇതാണ് നിങ്ങളെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞത്. ഹസിബു അൻഫുസകും ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് വിളിക്കുന്നതിന്റെ മുന്നേ നമ്മൾ തന്നെ നമ്മെപ്പറ്റി ഇങ്ങനെ വിചാരണ ചെയ്യണം. എല്ലാ ദിവസവും വിചാരണ ചെയ്ത്, എല്ലാ ദിവസവും രാത്രി സമയത്ത് കിടക്കാൻ നിൽക്കുന്ന സമയം വിചാരണ ചെയ്ത്, ആ ദിവസത്തെ കണക്കുകൾ ക്ലിയർ ചെയ്ത് ഉറങ്ങാൻ പോയിരുന്ന ആളുകൾ എത്രയോ നമ്മുടെ പൂർവീകരിലും മഹാന്മാരിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നന്നത്തെ കണക്ക് അന്നു തന്നെ ക്ലിയർ ചെയ്ത് അവര് പോകും. അല്ലാഹ് നമ്മള് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. സമയങ്ങളൊക്കെ അതിശീഘ്രം പോവുകയാണ്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ വരികൾക്കിടയിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാതെ നിൽക്കുമ്പോ ഇനിയുള്ള അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കരിച്ചാൽ പോരെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. ആ നിസ്കരിക്കന്നെ വേണം. പക്ഷെ ആ നിസ്കാരത്തിനും നിനക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല ഒരു ഇഖ്ലാസും ഒരു ഖുശൂഉം നല്ല ഒരു ആത്മസംതൃപ്തിയും ഒക്കെ ലഭിക്കണമെങ്കിൽ എന്തു വേണം? ആ ഖളാ ആയി പോയത് നീ ഖളാ വീട്ടിയെടുക്കണം. മറ്റതെന്തേ? ആ ഖളാ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അതിന്റെ സൈഡ് എഫക്റ്റുകൾ നിന്നെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് നിന്റെ ഈ നിസ്കാരത്തിലും ഒരു പക്ഷേ നിന്നെ ബാധിക്കാനിടയുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് വേണം? അതൊക്കെ ഖളാ വീട്ടിയെടുക്കണം. അപ്പോ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇബാദത്തുകളുടെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ അവർക്കതൊരു വല്ലാത്ത പ്രയാസമായി അനുഭവപ്പെടും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിനോട് ചേർത്തി പറഞ്ഞതാണ് തെറ്റുകുറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളുടെ കാരണമായി ഇബാദത്തുകളുടെ മുൻപിൽ നിൽക്കാൻ നമ്മുടെ അവയവങ്ങൾക്ക് ആഫിയത്ത് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ അവയവങ്ങൾ ഇബാദത്തുകളുടെ മുൻപിൽ ദുർബലമായി പോകും എന്ന് വരികൾക്കിടയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതേ പ്രകാരം തന്നെ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന ആളുകള് വയൻസുറു ജുനൂദ ശൈത്താൻ, ശയാത്തീനുകളുണ്ടല്ലോ, അവർക്ക് ഈ ആളുകളിൽ ഇടപെടാൻ എളുപ്പമാകും. ശൈത്താന്മാരാകുന്ന ആളുകൾക്ക് മനുഷ്യനെ തെറ്റിലേക്ക് വഴി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശയാത്തീനിന് കാര്യങ്ങൾ എളുപ്പമാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് വശബഉ മിനൽ ഹലാലി മബ്ദഉ കുല്ലി ശർറിൻ, ഈ പറഞ്ഞതെല്ലാം തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഹലാലായ ഭക്ഷണത്തിൽ നിന്ന് വയറ് നിറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണെങ്കിൽ ഫകൈഫ മിനൽ ഹറാം, ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് വയറ് നിറക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അവസ്ഥ എന്തുമാത്രം ഭീകരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് വതലബുൽ ഹലാലി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ, ഹലാലായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. ചില ആളുകളൊക്കെ ഹലാലായ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് ഹലാലായ ഭക്ഷണം എന്ന് അറിയാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകളുണ്ട്. ഹലാലായ ഭക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഭക്ഷണമാവണം. അതേ പ്രകാരം തന്നെ അന്യന്റെ മുതൽ കട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം അത് ഹലാൽ അല്ല, അത് ഹറാമാണ്. ഇതാരാണ് സമ്മതിക്കാത്തത്? അന്യന്റെ പറമ്പിൽ പോയി
ആ പറമ്പിൽ നിന്ന് തേങ്ങ കട്ടെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കറി വെച്ച് കൂട്ടുന്നു. അവന്റെ സമ്മതമില്ലാതെ അന്യന്റെ തോട്ടത്തിൽ പോയി കപ്പ പറിച്ചു കൊണ്ടുവന്ന് അവനറിയാതെ ഇവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. ഇതാരാണ് അംഗീകരിക്കുക? ഇതാരാണ് അംഗീകരിക്കുക? ഒരു ഹോട്ടലിൽ കയറി ബില്ല് കൊടുക്കാതെ, കാശ് കൊടുക്കാതെ അവിടെ നിന്ന് ചാടുന്നു. ചാടിയാൽ അവൻ കഴിച്ച ഭക്ഷണം ഹറാമായി പോയി, അത് ഹലാലായില്ല. അത് ബില്ല് അടക്കുമ്പോഴാണ്, കാശ് കൊടുക്കുമ്പോഴാണ് അവന് ഹലാലായി മാറുന്നത്. ഇതാണ് ഹലാലായ ഭക്ഷണം, ഹലാലായ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോ ഇത് കേൾക്കുമ്പോഴേക്ക് ഹലാൽ എന്ന അറബി പദം അതിലുള്ളത് കൊണ്ട് പ്രയാസപ്പെടുന്ന, വിമ്മിഷ്ടം പ്രകടിപ്പിക്കുന്ന ചില സഹോദരന്മാരുണ്ട്. സത്യത്തിൽ അവർ വിഷയത്തിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഹലാലായ ഭക്ഷണം അതേ മുസ്ലിമീങ്ങൾ കഴിക്കാൻ പാടുള്ളൂ, എല്ലാവരും അതേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത് ഖുർആനിന്റെ ഒരു നിർദ്ദേശമാണ്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാത്ത് വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാകുന്ന മുർസലീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, യാ അയ്യുഹർ റസൂലു, ഓ ദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, ത്വയ്യിബാത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. അഥവാ നല്ല ഭക്ഷണം. എന്തേ? ആ ശരീരത്തിന് പറ്റിയ ഭക്ഷണം, ശരീരത്തിന് ഹാനികരമാക്കുന്ന ഒരു ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കരുത്. ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു വെള്ളവും നിങ്ങൾ കുടിക്കരുത്. അതുകൊണ്ട് തന്നെ മദ്യം പോലെയുള്ള വസ്തുക്കള് കുടിക്കാൻ പാടില്ല. കാരണം അത് മനുഷ്യന്റെ ശരീരത്തെ കേടുവരുത്തും. അങ്ങനെ ശരീരത്തെ കേടുവരുത്തുന്ന ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ആരോഗ്യമുണ്ടാക്കുന്ന, ശരീരത്തിന് ആവശ്യമായ നല്ല ഭക്ഷണങ്ങളെ നിങ്ങൾ കഴിക്കാവൂ. ഇത് യാ അയ്യുഹല്ലദീന ആമനൂ, ഈ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാകുന്ന പ്രവാചകന്മാരോട്, ദൂതന്മാരോട് പറഞ്ഞ അതേ വിഷയം തന്നെയാണ് സർവ്വജനങ്ങളോടുമായി അല്ലാഹു തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളാകുന്ന ആളുകളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നമ്മൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന്, റിസ്ഖിൽ നിന്ന് നല്ലത് മാത്രമേ നിങ്ങൾ എടുത്ത് കഴിക്കാവൂ കേട്ടോ. ശരീരത്തിന് എന്തെങ്കിലും വിധത്തിൽ ഹാനികരമുണ്ടാക്കുന്ന, എന്തെങ്കിലും വിധത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കുന്ന, ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇതാണ് ഹലാലായതേ കഴിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പൊരുള്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വതലബുൽ ഹലാലി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. എന്തു വേണം? ഹലാല്, അത് മാത്രമേ നമ്മൾ കഴിക്കാവൂ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് തേടിപ്പോവണം. പണ്ടുകാലങ്ങളിലൊക്കെ കിതാബുകളിൽ കാണാം, ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എങ്ങോട്ട്? ജോലിക്ക് വേണ്ടി പോവുക, ജോലിയും തേടി പോവുക. ആ സമയത്ത് വീട്ടുകാർ അവരോട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, ഹലാലായത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ കേട്ടോ, ഹലാലായത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. വിശപ്പ് അത് ഞങ്ങൾ സഹിച്ചോളാം, അള്ളാഹുവിന്റെ നരകം അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഹലാലല്ലാത്തത് ഭക്ഷിക്കുമ്പോ സംഭവിക്കുന്നത് എന്താണ്? അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരാന്റെ പറമ്പിലുള്ള വസ്തുക്കൾ അവൻ അറിയാതെ കട്ടെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അതിന്റെ കണക്ക് ബോധിപ്പിക്കും. അതിന്റെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. എന്റെ ഒരു അടിയാന് ഞാൻ കൊടുത്തിട്ടുള്ള വസ്തുക്കൾ അവൻ അറിയാതെ നീ എന്തിന് കട്ടെടുത്ത് ഭക്ഷിച്ചു? അതുകൊണ്ട് ഇപ്പോ പുതിയ തലമുറയിൽ നമ്മൾ കണ്ടുവരുന്നൊരു സംഗതി ഉണ്ട്. അതെന്താണ്? കുട്ടികളൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താവാണ്? പരക്കം പയ്യാണ്.
10ാം ക്ലാസ്സിലാവട്ടെ, +1-ലാവട്ടെ, +2-ലാവട്ടെ പഠിക്കുന്ന കുട്ടികളൊക്കെയും അവർക്ക് കാശുണ്ടാക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ കാശുണ്ടാക്കണം. അത് മയക്കുമരുന്നുകൾ അതിൻ്റെ കേരിയർമാരായിട്ട് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പെട്ടെന്ന് പണം ഉണ്ടാവണം കയ്യിൽ. ഇതല്ലേ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ? കുട്ടികളൊക്കെ അടിച്ച് പൊളിക്കണം. എന്തിനായി പൈസ? അടിച്ചു പൊളിക്കണം. അടിപൊളി മൊബൈൽ വാങ്ങണം, സ്കൂട്ടർ വാങ്ങണം, ബൈക്ക് വാങ്ങണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആഭാസങ്ങൾ കാണിക്കണം, അതിന് ലൈക്ക് കിട്ടണം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ലയോ ഇവിടെ? എന്നിട്ട് മയക്കുമരുന്നിന്റെ അതിന്റെ കേരിയർമാരായി നല്ല പൈസ കിട്ടും. പൈസ കിട്ടിയാൽ മതിയല്ലോ, നല്ല കാശ് കിട്ടും. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇതിൽ സമമല്ലേ? ആ കിട്ടുന്ന കാശ് ഹലാലാണോ? അങ്ങനെ സമ്പാദിക്കുന്ന കാശ് ഹലാലാണോ? ഹലാലല്ലാത്തത് വയറ്റിൽ ചെന്നാൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം? ഒരു ലുഖ്മത്ത് അഥവാ ഒരു പിടി ഭക്ഷണം ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ 40 ദിവസം അവരുടെ ദുആഇന് ഇജാബത്തില്ല. ദിവസം അവരുടെ ദുആഇന് ഇജാബത്തില്ല. അവരുടെ ഖൽബ് കേടുവന്നുപോയി. ആ കഴിച്ച ഭക്ഷണത്തിന്റെ എല്ലാ സംഗതികളും ശരീരത്തിൽ നിന്ന് പോയി. എന്നിട്ടേ പിന്നെ പടച്ചവനിലേക്ക് തിരിഞ്ഞു നോക്കുള്ളൂ. 40 ദിവസം അള്ളാഹു അവനോട് പിണക്കത്തില്ല. 40 ദിവസം അവൻ പറയുന്നത് റബ്ബ് കേൾക്കണില്ല. നീ എന്തിന് ആരാൻ്റെത് തിന്നു? എന്തിന് നീ കട്ടെടുത്ത് തിന്നു? എന്തിന് നീ ഹലാലല്ലാത്തത് തിന്നു? 40 ദിവസം ദുആഇന് ഇജാബത്തില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഹലാലല്ലാത്തത് ഭക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ ഖൽബിന് പ്രകാശം കിട്ടണമെങ്കിൽ എന്തു വേണം? ഹറാമായ ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഹറാമായ ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന് നൂറ് ലഭിക്കുകയുള്ളൂ. ഹൃദയത്തിന് നൂറ് ലഭിക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ ഇബാദത്തുകളുടെ മുൻപിൽ നമുക്ക് അതൊരു ഹരമായി മാറുകയുള്ളൂ. ഇബാദത്ത് ഹരമായി മാറാം. ഇബാദത്ത് നമുക്ക് രസമായി മാറാം. നിസ്കരിക്കുമ്പം പോരാ എന്ന് തോന്നാം. ഖുർആൻ ഓതുമ്പോ ഇനി ഒരു പേജും കൂടെ എന്ന് തോന്നാം. ദിക്ർ ചെല്ലുമ്പോ കുറച്ചും കൂടെ ചെല്ലട്ടെ, വല്ലാത്തൊരു അനുഭൂതി അങ്ങനെ അനുഭവപ്പെടാം. ഇതെങ്ങനെയെല്ലാം അനുഭവപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ നൂറ് വരണം. ആ നൂറ് കിട്ടണമെങ്കിൽ ഹലാലായത് ഭക്ഷിക്കണം. ഹറാമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ പലിശക്ക് വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുക, തന്റെ മുതലാളിയെ വഞ്ചിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ എന്താവൂല? ഖൽബിന് പ്രകാശം ഉണ്ടാവൂല. ഖൽബിന് പ്രകാശം ഉണ്ടാവൂല. ഇബാദത്തുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതേ സമയത്ത് ഇബാദത്തിന് ഒരു ലദ്ദത്തുണ്ട്. അത്ര വലിയ ലദ്ദത്ത് ഒരു സിന്തറ്റിക് ലഹരി വസ്തുക്കൾക്കും നൽകാൻ കഴിയില്ല കേട്ടോ. ആ
ലഹരിയാണ് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ കണ്ടത്. ആ ലഹരിയാണ് മഹാനരായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ കണ്ടത്. നിലവേറും തൊഴുതൊരു വുളുവാലെ 40 ചാണ്ടോളം സുബ്ഹി തൊഴുതോവർ. ഇശാ നിസ്കരിക്കാൻ എടുത്ത വുളൂ കൊണ്ട് 40 കൊല്ലം മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ സുബ്ഹി നിസ്കരിച്ചെങ്കിൽ ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത്, അതിന്റെ ലഹരി തലക്ക് പിടിച്ചത് കൊണ്ടല്ലേ, അതിന്റെ ആ ഒരു ടേസ്റ്റ് അനുഭവിച്ചത് കൊണ്ടല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കാലിൽ അമ്പ് തറച്ചപ്പോ, ശരീരത്തിൽ അമ്പ് തറച്ചപ്പോ ആ അമ്പ് പറിച്ചൂരാൻ വേണ്ടി പറഞ്ഞത് എപ്പോഴാ? അനസ്തേഷ്യ കൊടുക്കാനല്ല, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളത് എടുത്തോളൂ. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തോളൂ, പ്രശ്നമല്ല. എന്ത് നിസ്കാരമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ അത്? എന്തൊരു ലഹരിയാണത്? അതാ ഞാൻ പറഞ്ഞത്, ഒരു സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾക്കും നൽകാനാവാത്ത വല്ലാത്ത ഒരു ലഹരി. ഇത് പോസിറ്റീവ് ലഹരിയാണ്. ഇത് മനുഷ്യന് മൃഗമാക്കുന്ന ലഹരിയല്ല. സ്വന്തം ജന്മം നൽകിയ ഉമ്മയെ അരിവാൾ കൊണ്ടുവന്ന് കഴുത്തിന് വെട്ടിയിട്ട് ഒരൊറ്റ തൊലിയില്ല, കഴുത്തിങ്ങനെ തൂങ്ങി ആടി നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന മക്കളെ സൃഷ്ടിക്കുന്ന ലഹരിയല്ല ഈ ലഹരി. ഇന്നത്തെ ലോകത്തിന്റെ ദുരന്തം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്വന്തം ജന്മം നൽകിയ മക്കൾ, ആ മക്കളുടെ കരങ്ങളാലെ പിടഞ്ഞു പിടഞ്ഞു മരിക്കേണ്ടി വരുന്ന ഉമ്മമാർ, അങ്ങനെയുള്ള ഉമ്മമാരുടെ എണ്ണം കൂടി വരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന നാട്. അങ്ങോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലഹരി വസ്തുക്കൾ ഉള്ളിൽ ചെന്നാൽ ഉമ്മയാര്, സ്വന്തം ഉടപ്പിറപ്പാര്, ഉപ്പയാര്, നീതി എന്ത്, ഞാൻ ചെയ്യുന്നതെന്ത്, ഒരു ബോധവുമില്ല, ഒരു ബോധവും ഇല്ല. ഉമ്മമാരെ, ഞാനൊന്ന് പറയട്ടെ, SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ദീനീ സ്ഥാപനങ്ങൾ, ദഅവാ കോളേജുകളിലും പള്ളി ദുറസുകളിലും ഒക്കെ വിദ്യാർത്ഥികളുടെ പുതിയ അഡ്മിഷൻ തുടങ്ങുന്ന സമയമാണ്. 10ാം ക്ലാസ് പാസ്സായ മക്കളൊക്കെ, അതേപ്രകാരം 8ാം ക്ലാസ് പാസ്സായ മക്കളെയൊക്കെ നല്ല ദർസുകളിലോ നല്ല ദീനീ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ചേർത്താൽ ഇതെന്റെ ഉമ്മയാണ് എന്ന രൂപത്തിൽ തലോടുന്ന സ്നേഹം നൽകുന്ന ഒരു മക്കളെയെങ്കിലും നമുക്ക് ബാക്കിയായി കിട്ടും. പൊങ്ങച്ചത്തിന്റെയും ആഢ്യത്തരത്തിന്റെയും പേരിൽ എന്റെ ഒരു കുട്ടി വെള്ളയും ധരിച്ചാൽ, തലയിൽ തൊപ്പി വെച്ചാൽ ഞങ്ങളുടെ തറവാടിന്റെ മഹിമ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്ന ആഢ്യത്തരമുണ്ടല്ലോ, ഈ ആഢ്യത്തരം ഇല്ലാതെയാക്കുന്നത് നിന്റെ ജീവനെ തന്നെയായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ധാരാളമായി നമ്മുടെ മുൻപിലുണ്ട്. ആ സാഹചര്യങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ സമയത്ത് പലപ്പോഴും സ്വന്തം മക്കള് ദീൻ പഠിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് പല ഘട്ടങ്ങളിലും ഉമ്മമാരോ സഹോദരിമാരോ ഒക്കെയാണ്. എന്തേ? അവൻ ഇവിടുന്ന് പോകുമ്പോ അതൊരു വല്ലാത്ത, അവനില്ല ഞാൻ ഉറക്കം വരൂല, മോനെ കണ്ടിട്ടില്ലെങ്കിൽ പ്രയാസാണ്, അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ പഠിച്ചാൽ മതി, വേറെ സ്ഥലത്ത് പോയിട്ട് പഠിക്കണ്ട, ഇങ്ങനെ ഒരു ചിന്ത. ഇത് ചില ഉമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. വേറെ ചില ഉമ്മമാരുടെ പ്രശ്നം എന്താ? ഞങ്ങളെ തറവാട്, ഞങ്ങളെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുടുംബ, ഇങ്ങനത്തെ കുടുംബ, അവിടെ വെള്ളിയിട്ട് തലേക്കെട്ടും കെട്ടി അല്ലെങ്കിൽ തൊപ്പി വെച്ചിട്ട് എന്റെ കുട്ടി ഇങ്ങനെ ഒരാളായിട്ട് വന്നാലേ അത് ഞമ്മക്കൊക്കെ ഒരു ഷെയ്മേടാ. എന്നോടൊരു മുതഅല്ലിം പറഞ്ഞത് ഞാൻ ഓർക്കുക. ആ മുതഅല്ലിമിന്റെ ഇഷ്ടപ്രകാരം ദർസിലേക്ക് ഓതാൻ വന്നതാ. എന്നിട്ട് ആ മുതഅല്ലിമിന്റെ ഉമ്മ നാട്ടിലെത്തുമ്പം പറയും, മോനെ ഈ പെങ്ങളടുത്തേക്ക് പോകുമ്പോ വെള്ളിയിട്ട് പോകരുത് കേട്ടോ, അമ്മായിന്റെ അടുത്തേക്ക് പോകുമ്പോ വെള്ളിയിട്ട് പോകരുത് കേട്ടോ. എന്തേ കാര്യം? വെള്ളി എന്ന് പറഞ്ഞാൽ ഇത്രയും അറുവശളൻ വേഷാണോ? ഉമ്മാക്ക് ഷെയ്മേടാണ് എന്റെ കുട്ടി വെള്ളിയിടുന്നത്.
ആ കുട്ടി എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞതാണിത്. ഇങ്ങനെ എത്ര ആളുകളുണ്ട്. ഇപ്പോ JRFന്റെ നെറ്റിന്റെ റിസൾട്ട് വന്നു. നിങ്ങൾക്കറിയോ, നമ്മുടെ മഅ്ദിൻ അക്കാദമിയിൽ ഈ വെള്ളയും ഇട്ട് പഠിച്ച ഈ മക്കളാണ് ഏകദേശം 30 അടുത്ത് വരുന്ന കുട്ടികള് കേരളത്തിലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെറ്റും JRFും കരസ്ഥമാക്കിയത് ഈ വെള്ളയും ഇട്ട് തലപ്പാവ് ധരിച്ചു പഠിച്ച മുതഅല്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുറവും അവർക്ക് വരുന്നില്ല. ഈ JRF അവർക്ക് കിട്ടലോടുകൂടെ ഇനി അവർ PhD ചെയ്യുന്ന ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് PhD ചെയ്യുന്ന സമയത്ത് 40,000 50,000 ഒക്കെ അവർക്ക് യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് കൊടുക്കുകയാണ് കാശ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ആഢ്യത്തരത്തെ നമ്മൾ മാറ്റി നിർത്തണം, ഈ പൊങ്ങച്ചത്തെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മക്കളെ നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ചേർത്തണം. എന്തേ? അവർ ഭീകരവാദികളാവൂല, അവർ അഹങ്കാരികളാകൂല, അവർ മയക്കുമരുന്നിന്റെ കേരിയർമാരാകൂല, മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിൽ വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കൂല. സ്നേഹം നൽകുന്ന ഒരു മകനെ തിരിച്ചു തരാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയും. ഇപ്പോ അത്തരത്തിലുള്ള ഒരു ചിന്തയുടെ സമയമാണ്. SSLC പരീക്ഷ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാപനങ്ങളൊക്കെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആങ്ങളമാർ. അതും തന്നെ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഏതെങ്കിലും സ്ഥാപനങ്ങൾ ആവരുത്. നല്ല ദർസിലാണെങ്കിൽ ആ ഉസ്താദിന്റെ അടുത്ത് ആക്കി കൊടുത്താൽ കിതാബുകളൊക്കെ തിരിയുന്ന ഉസ്താദാണ്, കുട്ടികളെ നല്ല രൂപത്തിൽ ശിക്ഷണം നടത്തുന്ന ഉസ്താദാണ്. അതൊക്കെ നമ്മൾ പരീക്ഷിക്കണം, പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് ലക്ഷണമൊത്ത നല്ല ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ഉസ്താദുമാരുടെ കൈവശം ഏൽപ്പിക്കുക. അല്ലെങ്കിൽ മഅ്ദിൻ പോലെയുള്ള നല്ല സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുവന്ന് ചേർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. രണ്ട് ലോകത്തും സന്തോഷം തരുന്ന മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ ഹലാലല്ലാത്തത് കുടുങ്ങിപ്പോകുമോ എന്നുള്ളതിനെ അല്ല, ഒരു ശുബ്ഹയുടെ മുതല് തന്നെ കുടുങ്ങിപ്പോകുമോ, ഹലാലാണോ അല്ലേ എന്നറിയില്ല, അങ്ങനെയുള്ള മുതല്. നമ്മുടെ മഹാന്മാര് എത്ര കണ്ട് ഭയപ്പെട്ടിട്ടുണ്ടെന്നറിയോ നിങ്ങൾക്ക്? മഹാനരായ അബൂ ഹനീഫ ഇമാം, സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ ഇമാമിന്റെ അരികിൽ ഒരു വിവരം വരികയാണ്, ഒരു വിവരം കിട്ടുകയാണ്. എന്താണ് വിവരം? ഇറാഖിലെ കൂഫയിലെ ചന്തയില്, ആ നാട്ടിലുള്ള ഗ്രാമപ്രദേശത്തെ പർവ്വതാടിവാരത്ത് മേഞ്ഞു നടന്നിരുന്ന ഏതാനും ആട്ടിൻ പറ്റങ്ങള്, ആ ആട്ടിൻ കൂട്ടത്തെ ഏതോ ചില കൊള്ള സംഘം കൊള്ള ചെയ്യുകയും ആ ആടുകളെയൊക്കെ, അതിൽ പല ആടുകളും ഇവിടെ മാർക്കറ്റിൽ വിൽപ്പനക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തുമായിട്ട് അവരതിനെ വിറ്റിട്ടുണ്ട് എന്ന വിവരം മഹാനരായ അബൂ ഹനീഫ ഇമാം കേൾക്കുകയാണ്. ആ ഒരു വിവരം കേട്ടതോടുകൂടെ മഹാനരായ അബൂ ഹനീഫ ഇമാം ചോദിക്കുകയാണ്, കം തഈശുൽ ഗനം, ഒരാടിന്റെ ആയുസ് എത്രയാണ് എന്ന് ആരോ പറഞ്ഞു കൊടുക്കുകയാണ്. 7 കൊല്ലമാണ് എന്ന് മഹാനരായ അബൂ ഹനീഫ ഇമാം തീരുമാനിക്കുകയാണ്, ഇനി 7 കൊല്ലം ഞാൻ ആട്ടിറച്ചി ഭക്ഷിക്കില്ല. എന്തേ കാര്യം? ഒരു പക്ഷേ ഞാൻ കഴിക്കുന്ന ആ ആട്ടിറച്ചി ഈ കളവ് നടത്തിക്കൊണ്ടുവന്ന ആട്ടിൻ്റെതാവാൻ സാധ്യതയുണ്ടല്ലോ. ഒരു പക്ഷേ അതൊരു വിദൂര സാധ്യതയാണ്. എന്നാൽ പോലും അവിടുന്ന് തീരുമാനിക്കുന്നു, ആട്ടിറച്ചി 7 കൊല്ലത്തിന് ഇനി ഞാൻ കഴിക്കില്ല. മാത്രമല്ല, ആ ഒരു കാലയളവിലാണ്, ഇങ്ങനെ ആട്ടിറച്ചി കഴിക്കാതെ നിൽക്കുന്ന കാലമാണ്
അപ്പോഴാണ് കൂഫയിലുള്ള ചില പട്ടാള ഉദ്യോഗസ്ഥന്മാര് അവരൊരു നദിക്കരികിൽ ഇരുന്നു കൊണ്ട് ആട്ടിറച്ചി ഇങ്ങനെ കഴിക്കുകയാണ്. എന്നിട്ട് ആ കഴിച്ച മാംസത്തിന്റെ ബാക്കി വന്ന മാംസങ്ങള് അവരാ നദിയിലേക്ക് വലിച്ചെറിയുകയാണ്. ഇതാര് കണ്ടു? ഇത് അബൂ ഹനീഫ ഇമാം തങ്ങൾ കണ്ടുപോയി. ആ മാംസം അങ്ങോട്ട് വലിച്ചെറിയുന്നത് കണ്ടുപോയി. അതാ അവിടുന്ന് ചോദിച്ചു, ഈ നദിയിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുടെ ആയുസ് എത്രയാണ്? ഇതിന്റെ ആയുസ് എത്രയാണ്? മത്സ്യത്തിന്റെ ആയുസ്സിനെ പറ്റിയുള്ള ആയുസ്സിനെ പറ്റി ചോദ്യം ചോദിക്കുകയാണ്. ഇത്ര വർഷമാണ് മത്സ്യത്തിന്റെ ആയുസ് എന്ന് വിവരം കിട്ടുകയാണ്. അബൂ ഹനീഫ ഇമാം പറഞ്ഞുപോയി, എന്നാൽ ഇത്രയും കാലം ഇനി ഞാൻ മത്സ്യവും ഭക്ഷിക്കുന്നതല്ല. കാരണം എന്തേ? ഏത് മത്സ്യം? ആ പുഴയിലുള്ള മത്സ്യം. കാരണം ഈ പറയപ്പെട്ട ആട്ടിറച്ചി ആ മത്സ്യം ഭക്ഷിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി. ഇതൊരു സൂക്ഷ്മതയാണ്. നമ്മളിത് കേൾക്കുമ്പോ നമ്മളെന്താ പറയാ? ഇത്രയും കാലം അബൂ ഹനീഫ ഇമാമിന് ആട്ടിറച്ചി തിന്നാൻ പറ്റില്ല, മത്സ്യം തിന്നില്ല, ആരൊക്കെയാ പോയി? ഇങ്ങനെയാണ് നമ്മുടെ വളഞ്ഞ മനസ്സു ചിന്തിക്കുന്നത്. ഇതവരുടെയൊക്കെ സൂക്ഷ്മതയാണ്. ഇതിനാണ് വറഅ് എന്ന് പറയുന്നത്. സൂക്ഷ്മത എന്ന് പറയുന്നത് ഇതിനാണ്. ഞാൻ ഓർക്കുന്നു, ഈ സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് വന്ദരായ ശൈഖുന ബദറു സാദാത്തിനോടൊപ്പം ഒരു സിയാറത്ത് യാത്രയിലാണ്. അന്ന് ഡമാസ്കസിലാണ് ഉള്ളത്. ഡമാസ്കസിലാണ് അന്ന് ഉള്ളത്. അന്ന് സിറിയയിലേക്ക് പോകാം, ഇന്നത്തേത് രൂപത്തിലല്ല. അന്ന് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ ഒന്നുമില്ല. അപ്പോ ആ ഒരു സമയം 2 ദിവസം അവിടെ ഉണ്ട്. ആദ്യത്തെ ദിവസം സിയാറത്തിന് പോയി. അന്ന് ഉച്ച സമയത്തൊക്കെ വെള്ളമില്ലാതെ ഒന്നരായ ബദറു സാദാത്തും കൂടെയുള്ള ഉസ്താദുമാരൊക്കെ ചുണ്ടുണങ്ങി പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ തൊട്ടുടനെയുള്ള ദിവസം ഹോട്ടലിൽ ബൊഫേ സിസ്റ്റമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറുകയാണ് സിയാറത്തിന് പോകാൻ വേണ്ടി. അപ്പൊ ബൊഫേ ആയതുകൊണ്ട് ഞാൻ ഈ കുപ്പിവെള്ളം, കുറച്ച് ജ്യൂസും സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊരു 3-4 എടുത്തിട്ട് എൻ്റെ ചെറിയ ബാഗിൽ വെച്ചു. അത് ബാഗിൽ വെക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത് എന്താണ്? ഉസ്താദ് ഇന്നലെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടത് കണ്ടതാണ്. ഇന്നും ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോ വെള്ളം കൊടുക്കണം, ആ സമയത്ത് ഇത് കൊടുക്കുക എന്ന് കരുതിയിട്ടാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചത്. എൻ്റെ ആ ഒരു ചിന്ത തെറ്റിയില്ല. നല്ല രൂപത്തിൽ വെള്ളത്തിന് ദാഹം വന്നു. അങ്ങനെ ബസ്സിൽ കയറി. നല്ല നട്ടുച്ച സമയമാണ്. സിയാറത്ത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി. നല്ല ദാഹമുണ്ട്. അപ്പോ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഉസ്താദിന് കൊടുത്തു. സന്തോഷത്തോടു കൂടെ ഉസ്താദ് എന്നിൽ നിന്ന് അത് വാങ്ങിയിട്ട് ചുണ്ടിനോട് അടുപ്പിച്ച സമയത്ത് എന്നോട് ചോദിച്ചു, അബൂക്കുർലിയാരെ, ഇത് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഇത് ഞാൻ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ ബാഗിൽ വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അതേ രൂപത്തിൽ ആ കൈ എനിക്ക് തിരിച്ചു തന്നു. ആ വെള്ളം എന്നിലേക്ക് തന്നു. എനിക്ക് വേണ്ട എന്ന രൂപത്തിൽ തിരിച്ചു തന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. എന്തേ ഉസ്താദ് എന്ന രൂപത്തിൽ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, അബൂക്കുർലിയാരെ, നിങ്ങളെ വീട്ടിലേക്ക് ഇത് ബൊഫേ സംവിധാനമാണ്. എത്ര വേണമെങ്കിലും അവിടുന്ന് കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, എത്രയും കഴിക്കാം അവിടുന്ന്. പക്ഷേ അത് കീസിലിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് ആലോചിക്കണ്ടേ അബൂക്കുർലിയാരെ? എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു എന്നോട്. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു. നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന, എത്രയോ കാലമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അതിഥിയാണ്. അങ്ങനെയുള്ള ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ നല്ല സമൃദ്ധമായ സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവർ ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അവർ കഴിച്ചല്ലോ, സന്തോഷമേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ആ അതിഥി എന്ത് ചെയ്തു? കുറച്ച് ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു കീസിലേക്ക് ആ ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. എന്തിന്? അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണം കീസിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോയാൽ അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുമല്ലേ?
തീർച്ചയാണ് സന്തോഷം ഉണ്ടാവില്ലല്ലോ. അതേ സമയത്ത് നമ്മളൊരു കീസിലാക്കിയിട്ട് ആദരിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വേറെ വിഷയം. അതല്ല, അത് അവര് തന്നെ വാരിയെടുത്ത് കീസിലിട്ട് കൊണ്ടുപോയാൽ അത് ഒരിക്കലും തന്നെ ആരും ഇഷ്ടപ്പെടുന്ന, മാന്യന്മാർക്ക് യോജിച്ചതല്ല, അതാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും അല്ല. ഇങ്ങനെയല്ലേ ഉള്ളത് എന്ന് അതിൻ്റെ ഒരു വിശദീകരണവും കൂടെ ഉസ്താദ് എനിക്ക് തന്നു. ഞാൻ ആ വെള്ളുമായിട്ട് നേരെ ബസ്സിന്റെ ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങോട്ട് പോയി. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതാണ് വറഅ് എന്ന് പറയുന്നത്, ഇതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ സൂക്ഷ്മതയാണ് നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ നിന്ന്, നമ്മുടെ മഹാരഥന്മാരിൽ നിന്ന് നമ്മൾ കാണുന്നത്. മഹാനരായ അബൂ ഹനീഫ ഇമാമിൽ നിന്ന് നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. ഏതു മഹാന്മാരെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇതുതന്നെയാണ്. മഹാനരായ അബൂ ഹനീഫ ഇമാമിന്റെ മറ്റൊരു സംഭവം നിങ്ങൾ ആലോചിക്കുക. എന്തേ, നല്ല വ്യവസായിയാണ്, കച്ചവടക്കാരനാണ് അബൂ ഹനീഫ ഇമാം. അങ്ങനെ അതാ തന്റെ ഒരു കച്ചവടക്കാരന്റെ അരികിൽ ധാരാളം വസ്ത്രങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നീ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തണം. ഇത് വിൽപ്പന നടത്തുന്ന സമയത്ത് ഇതാ ഈ വസ്ത്രമുണ്ടല്ലോ, ഇതിന് ഇന്ന ഒരു അയ്ബുണ്ട്. ഒരു വസ്ത്രം എടുത്തിട്ട് പറഞ്ഞു, ഇതിന് ഇന്ന ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇത് വിൽപ്പന നടത്തുന്ന സമയത്ത് ഉപഭോക്താവിനോട് ഇതിന് ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ വിൽക്കാവൂ, അല്ലാതെ അത് മറച്ചു വെച്ചുകൊണ്ട് വിൽക്കരുത് കേട്ടോ എന്ന് മുതലാളിയായ അബൂ ഹനീഫ ഇമാം തന്റെ ജോലിക്കാരനായ കച്ചവടക്കാരനോട് പറയുന്നു. അങ്ങനെ അദ്ദേഹം കൊണ്ടുപോയി കച്ചവടമൊക്കെ ചെയ്ത് 30,000 ദിർഹം ലഭിക്കുന്നു. എത്ര ദിർഹം? 30,000 ദിർഹം. 30,000 ദിർഹം ലഭിക്കുന്നു. ആ കാശുമായിട്ട് മുതലാളിയായ അബൂ ഹനീഫ ഇമാമിന്റെ അരികിൽ വരുന്നു. എന്നിട്ട് അബൂ ഹനീഫ ഇമാമിന് അത് കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുമ്പോ അബൂ ഹനീഫ ഇമാം ചോദിച്ചു, ഞാൻ തന്ന ചരക്കുകളിൽ ഒരു വസ്ത്രം, ചെറിയ ഒരു ഡാമേജ് ഉള്ള വസ്ത്രമുണ്ട്, അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ഏൽപ്പിച്ചിരുന്നു. അത് നീ വിൽപ്പന നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണോ കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ ഹനീഫ ഇമാമിനോട് പറഞ്ഞു, ഞാനത് മറന്നുപോയല്ലോ, ഞാനത് മറന്നുപോയല്ലോ. ആരാ കച്ചവടക്കാരനെന്നറിയോ? ഹഫ്സ് ബിൻ അബ്ദുറഹ്മാൻ. ഞാനത് മറന്നുപോയി, ഞാനത് ആ അയ്ബ് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതാ മഹാനായ അബൂ ഹനീഫ ഇമാം ആ 30,000 ദിർഹമും ആ മനുഷ്യന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നു. ഈ തവണത്തെ കച്ചവടം ഇല്ല, അതിന്റെ ഒരു ലാഭവും വേണ്ട, അതിന്റെ ഒന്നും ഇനി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് 30,000 ദിർഹമും തിരിച്ചു കൊടുക്കുകയാണ്. പോരാവ ഫസ്വല ശരീകഹു, ആ കച്ചവടക്കാരനായ തന്റെ സുഹൃത്തിനെ, തന്റെ ജോലിക്കാരനെ അതോടുകൂടെ മഹാനായ അബൂ ഹനീഫ ഇമാം പിരിച്ചുവിടുന്നു. കച്ചവടം ചെയ്യുന്ന സമയത്ത് അയ്ബുള്ള വസ്തുവിന് അയ്ബുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ കച്ചവടം ചെയ്യണം. അല്ലാതെ കച്ചവടം ചെയ്യുന്നത് അത് ഉപഭോക്താവിനെ കബളിപ്പിക്കലാണ്, അത് ഉപഭോക്താവിനെ വഞ്ചിക്കലാണ്. മഹാനായ അബൂ ഹനീഫ ഇമാം അതിൽ നിന്ന് ഒരു ഫിൽസ് പോലും തന്നെ സ്വീകരിച്ചില്ല. ഇതാ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, വറഅ് എന്ന് നമ്മൾ പറയുന്നത്. ഹലാൽ അല്ലാത്തത് എന്റെ സമ്പത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹലാൽ അല്ലാത്ത ഒന്ന് എന്റെ ഭക്ഷണക്കൂട്ടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അതിൽ വല്ലാത്ത നിർബന്ധമുണ്ടാവണം. എല്ലാം അങ്ങനെ തന്നെ. മഹാന്മാരുടെ ഒരു സൂക്ഷ്മത നോക്കൂ നിങ്ങൾ. വെറുതെയാണോ അവരൊക്കെ വലിയ മഹാന്മാരായത്? ഇസ്ലാമിക ലോകം അവരെയൊക്കെ ഇപ്പോഴും കേൾക്കുന്നു, ബഹുമാനത്തോടുകൂടെ അവർക്ക് തർളിയത്ത് ചൊല്ലുന്നു. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് എന്ന് നമ്മൾ പറയുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം
റഹിമഹുല്ലാ എന്ന് മുസ്ലിം ലോകം ഏറ്റുപറയുന്നു. എന്താ അതിന്റെ കാരണം? അങ്ങനെ ഏറ്റുപറയാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി അതിനു മാത്രം വലുതായിരുന്നു. നോക്കൂ നിങ്ങൾ, മഹാനരായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അതാ ഒരു വാഹനം വാടകക്കെടുക്കുകയാണ്. ആ വാഹനം വാടകക്കെടുക്കുന്നു. എങ്ങോട്ട് പോകാനാണ്? അമ്മാനിലേക്ക് പോകാനാണ്. അമ്മാനിലേക്ക് പോകാൻ വേണ്ടി ഒരു വാഹനം വാടകക്കെടുക്കുകയാണ്. അങ്ങനെ വാടകക്കെടുത്ത വാഹനത്തിൽ അവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്നതിനിടയിൽ മഹാനരായ അബൂ ഹനീഫ ഇമാമിന്റെ കയ്യിൽ നിന്ന് കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടിയിൽ വീണുപോയി. കുറച്ചങ്ങോട്ടെത്തിയപ്പോഴാണ് തന്റെ വടി വീണുപോയത് മഹാനരായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് എന്ത് ചെയ്തെന്നറിയോ നിങ്ങള്? മഹാനരായ ഇബ്രാഹിം തങ്ങൾ വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഹനത്തെ ഒരു മരത്തിൽ കെട്ടിയിടുകയാണ്. എന്നിട്ടതാ നടന്നു വന്ന വഴിയിൽ വീണുപോയ തന്റെ വടിയുണ്ടല്ലോ, ആ വടിയെടുക്കാൻ വേണ്ടി ഇബ്രാഹിം തങ്ങൾ നടന്ന് പോവുകയാണ്. ഇബ്രാഹിം തങ്ങൾ നടന്നു പോയിട്ട് ആ വടിയെടുക്കുകയാണ്. തിരിച്ചു വരികയാണ്. വാഹനത്തിൽ കയറുകയാണ്. കണ്ടു നിൽക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, അല്ലയോ ഇബ്രാഹിം അദ്ഹം, എന്തിനാണ് നിങ്ങൾ നടന്നുകൊണ്ട് വടിയെടുക്കാൻ വേണ്ടി വന്നത്? നിങ്ങൾക്ക് ആ വാഹനം തന്നെ ഒന്ന് തിരിച്ചു വിട്ടാൽ പോരെ, അതിന്റെ മുകളിൽ തന്നെ യാത്ര ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന സമയം മഹാനരായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ വാഹനത്തെ വാടകക്കെടുത്തിട്ടുള്ളത് അതേ എനിക്ക് അമ്മാനിലേക്ക് പോകാൻ വേണ്ടിയാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ വാഹനത്തെ എടുത്തിട്ടുള്ളത്. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഈ വാഹനത്തെ വാടകക്കെടുത്തിട്ടില്ല. ഇതൊരു തിരിച്ചു വരവാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ വാഹനത്തെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താതിരുന്നത്. നോക്കൂ നിങ്ങൾ, സ്വാഭാവികമായുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഈ ഒരു മടക്കമൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇതൊക്കെ ആ യാത്രയിൽ പരിഗണിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും അവർ ഈ കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുന്നത് എന്തുകൊണ്ടാണ്? എവിടെയെങ്കിലും ഒരു ചെറിയ വൈകല്യം വന്നു പോയാൽ അല്ലാഹുവിന്റെ അരികിൽ അവർക്കുള്ള സ്ഥാനം ഇടിഞ്ഞു പോകുന്നു. അത് എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇത് ജീവിതത്തിലെ വിശുദ്ധിയാണ്. ഇതിനാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് നമുക്ക് പറയാനുണ്ടോ? ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആണ് അതേ ബൈത്തുൽ മുഖദ്ദസിൽ അവിടുന്ന് ഇങ്ങനെ ആ ഖുബ്ബത്തുൻ സഖ്റാഇന്റെ അരികിൽ അവിടുന്ന് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് അതാ ഒരു ഉറക്കത്തിൽ അവിടുന്ന് സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? രണ്ട് മലക്കുകൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ അരികിൽ വന്നു നിൽക്കുന്നുണ്ട്. ഫഖാല അഹദുമാ ലിസാഹിബഹി, ആ രണ്ട് മലക്കിൽപ്പെട്ട ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുകയാണ്, ആരായത്? ഈ ആളാരാ? മൻ ഹാഹുന, ആരായത്? അപ്പൊ മറ്റേ മലക്ക് പറയാണ്, ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഇതാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ആളാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ആ മലക്ക് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദറജ അല്പം താഴ്ത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളാണ് ഈ കിടക്കുന്നത്.
അപ്പോ മറ്റേ മലക്ക് ചോദിക്കുകയാണ്, ലിമ, എന്തിനാണ് ഇദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു തആല ഒന്ന് താത്തി വെച്ചത്? അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അന്നഹു ഇഷ്തറാ ബിൽ ബസറത്തി അത്തംറ, ബസറയിൽ വെച്ച് ഇദ്ദേഹം കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ട്. ഫവഖഅത് തംറത്തുൻ അലാ തംറത്തിൻ മിൻ തംറിൽ ബിഖാൽ, ഇദ്ദേഹം തമ്ര വാങ്ങിയ ആ കച്ചവടക്കാരനുണ്ടല്ലോ, ആ കച്ചവടക്കാരന്റെ ഈത്തപ്പഴത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് അർഹതപ്പെടാത്ത ഒരു ഈത്തപ്പഴം ഇദ്ദേഹത്തിന്റെ സഞ്ചിയുടെ അടിഭാഗത്ത് അള്ളിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ടാണ് ഇയാൾ പോകുന്നത്. ഇയാൾക്ക് അവകാശപ്പെടാത്ത ഒരു ഈത്തപ്പഴം ഇദ്ദേഹത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അത് ഇയാൾ ശ്രദ്ധിച്ചില്ല. ആ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല അല്പം ദറജ ഒന്ന് താത്തി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. അവിടുന്ന് തന്നെ പറയാണ്, ഫമളൈതു ഇലൽ ബസറത്തി, ഈ സംഭവം ശരിയാണ്, ബസറയിൽ നിന്ന് ഞാൻ ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ട്. അതാ ഉടനെ തന്നെ ബസറയിലേക്ക് നടക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്. എവിടെ നിന്നാണ് ബസറയിലേക്ക് പോകുന്നത്? അതേ ഫലസ്തീനിൽ നിന്നാണ്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. അങ്ങകില ഇറാഖിലുള്ള ബസറയിലേക്കുള്ള യാത്രയാണ്, പോവുകയാണ്. എന്നിട്ട് വസ്തറൈതു തംറ മിൻ ദാലിക്കർ റജുലി, അതേ ആ തമ്ര വാങ്ങിയ മനുഷ്യന്റെ അരികിലേക്ക് മഹാനവറുകൾ പോവുകയാണ്. അവിടെ എത്തുന്നു. എന്നിട്ട് ആ തമ്രുമായിട്ടുള്ള ഇടപാടുകൾ ഹലാലാക്കുന്നു. ആ ഒരൊറ്റ ഈത്തപ്പഴത്തിന്റെ വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഹലാലാക്കി, അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഹാനനായ ഇബ്രാഹിം അതും തങ്ങൾ എന്ത് ചെയ്യുന്നു? ഫമളൈതു വറജഅതു ഇലാ ബൈത്തുൽ മഖ്ദിസ്, അതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. വീണ്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വന്നു. ആ ഖുബത്തുൻ സുഹ്റാഇന്റെ അരികിൽ അവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. രാത്രി സമയമാണ്. അതാ നേരത്തെ വന്നതുപോലെ രണ്ട് മലക്കുകൾ അരികിൽ വരികയാണ്. എന്നിട്ട് നേരത്തെ സംഭാഷണം നടത്തിയതുപോലെ സംഭാഷണം നടത്തുകയാണ്. അങ്ങനെ അതാ അതേ ഇതാരാണ്? ആ ഈത്തപ്പഴം ബസറയിലുള്ള കച്ചവടക്കാരന് ഈത്തപ്പഴം കൊടുക്കാനുള്ള ഇബ്രാഹിം അദ്ദേഹം തങ്ങളാണ്. അദ്ദേഹം അവിടെ പോയി അത് കൊടുത്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഫറുഫിഅത് ദറജതുഹു, ഇദ്ദേഹത്തിന്റെ ദറജയെ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഫഹദാഹു വത്തഖ്വാ അലൽ ഹഖീഖ, സഹോദരിമാരെ, ഇതല്ലയോ തഖ്വ എന്ന് പറയുന്നത്? എത്ര പോകണം, എത്ര ദിവസം യാത്ര ചെയ്യണം അങ്ങോട്ട്? ഒരു ഈത്തപ്പഴത്തിന്റെ പ്രശ്നം തീർക്കാനാണ്. പക്ഷേ ആ വഴിദൂരം അവരുടെ മുമ്പിൽ പ്രശ്നമായില്ല. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കഴിക്കുമ്പോ അതിന്റെ കേട് സൈഡ് എഫക്റ്റുകൾ അനുഭവിക്കേണ്ടി വരും. അതിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കേണ്ടി വരും. അതാണ് മഹാനരായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും. ഞാൻ മുമ്പ് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ കാലഘട്ടത്തുള്ള ബിദ്അത്തുകാരോടും യുക്തിവാദികളോടും വാദപ്രതിവാദം നടത്തുന്ന മഹാനാണ്.
ഒരു ദിവസം വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മഹാനരായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അതാ അവിടുത്തെ നാവിന്റെ ഒഴുക്ക് സാധാരണത്തേതുപോലെ കിട്ടുന്നില്ല. മനസ്സിലുള്ള ചില കാര്യങ്ങളൊന്നും തന്നെ വസ്തുനിഷ്ഠമായി പറയാനൊക്കുന്നില്ല. ശിഷ്യന്മാര് ചോദിച്ചു, എന്തു പറ്റിപ്പോയി ഉസ്താദേ ഇന്ന്? മഹാനരായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു സാധാരണക്കാരൻ ഇത് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു നൂറ്, ആ നൂറിലൂടെ അദ്ദേഹം അതിന്റെ കാരണം കണ്ടെത്തുകയാണ്. അത് വിലായത്തിന്റെ നൂറാവാം, മഅരിഫത്തിന്റെ നൂറാവാം. അതിലൂടെ അതിന്റെ കാരണം കണ്ടെത്തുകയാണ്. എന്റെ കൊച്ചുനാളിൽ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പ്രായമുള്ള കാലം ഞാൻ എൻ്റെ വീടിന്റെ സിറ്റ് ഔട്ടില് ഇങ്ങനെ കിടക്കുകയാണ്, പായയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്താണ് പാല് കിട്ടാൻ വേണ്ടി ഞാൻ കരയുകയാണ്. ആ കരയുന്ന സമയത്ത് എൻ്റെ ഉപ്പയും ഉമ്മയും അടുക്കളയിൽ പത്തിരി ഉണ്ടാക്കുകയാണ്. ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു ആണ് പിതാവ്, ചില്ലറക്കാരനല്ല. വിവാഹം കഴിക്കുന്ന സമയത്തു തന്നെ ഹലാലായ തൊഴിലെടുത്ത് കിട്ടുന്ന കാശുകൾ സമാഹരിച്ചുകൊണ്ടാണ് മഹാനരായ ഇമാം ജുവൈനി തങ്ങൾ വിവാഹത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം കുട്ടി കരയുന്നത് നിന്ന് ശ്രദ്ധിച്ചപ്പോ അടുത്ത വീട്ടിലുള്ള അടിമപ്പെണ്ണ് മുല കൊടുക്കുന്നത് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇമാം ജുവൈനി തങ്ങൾ ഓടി വന്നിട്ട് ആ കുട്ടിയെ വാങ്ങുകയാണ്. എന്നിട്ട് ആ കുട്ടി കുടിച്ച അമ്മിഞ്ഞയെല്ലാം തന്നെ പുറത്തേക്ക് ഒഴിവാക്കുകയാണ്. ആ സമയത്ത് ചിലതൊക്കെ അള്ളിപ്പിടിച്ചതുണ്ട്, പുറത്തേക്ക് വരാത്തതുണ്ട്. അതിന്റെ ചില സൈഡ് എഫക്റ്റുകളാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ആ അടിമപ്പെണ്ണിന്റെ പാല് അത് ഇവർക്ക് ഹലാലായതല്ല. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ. ഇതിനെല്ലാം ഇതിൻ്റെതായ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ട് ആന്മാര്. അതുകൊണ്ട് തന്നെയാണ് നല്ല രൂപത്തിൽ ഇതിനെ പേടിക്കുവാനുള്ള കാരണം, ഇതിനെയൊക്കെ നല്ല രൂപത്തിൽ ഭയപ്പെടാനുള്ള കാരണം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂർവീക സമൂഹത്തിലെ സ്ത്രീജനങ്ങളുടെ പതിവായിരുന്നു എന്ത്? അവരുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയം തഖൂലു ലഹു ഇംറഅതുഹു ഔ ബിനതുഹു, അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ പെൺമക്കൾ സ്വന്തം ഉപ്പയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുമായിരുന്നു, ഇയ്യാക വകസ്ബൽ ഹറാം, ഉപ്പ ഇക്ക ഹറാം വന്നുപെട്ടു പോകുന്നതിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഹറാമായ ജോലിയിൽ പ്രവേശിക്കുന്നതും ഹറാമായ സമ്പാദ്യം വന്നു ചേരുന്നതും ശ്രദ്ധിക്കണം കേട്ടോ ഇക്ക. ഫഇന്നാ നസ്ബിറു അലൽ ജൂ', വിശപ്പ് നമുക്ക് സഹിക്കാം, അതേ സമയത്ത് വലാ നസ്ബിറു അലന്നാർ, നരകം സഹിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പൂർവീക ഇസ്ലാമിക കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മമാരും പെൺകുട്ടികളും ഉപ്പമാരും ആങ്ങളമാരും ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്ന വർത്തമാനമായിരുന്നു പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത്. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവ് കാശ് കൊണ്ടുവരുമ്പോ, തന്റെ മക്കള് കാശ് കൊണ്ടുവരുമ്പോ
ഈ കാശ് എങ്ങനെ കിട്ടിയതാണ്, ഇത് ഹലാലായതാണോ ഹറാമായതാണോ അന്വേഷിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഈ ചുമതല ആർക്കുണ്ട്? വീട്ടിലുള്ള ഉമ്മമാർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നാം പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക എന്താണ്? ഭക്ഷണം കാണുമ്പോഴേക്ക് അതിൻ്റെ മുൻപിൽ വന്ന് ധാരാളമായി വയറ് നിറക്കുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടായി പോകരുത്. ഒന്ന് അത് തന്നെയാണ്. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. അതേ പ്രകാരം ഇബാദത്തിന്റെ മുൻപിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില പ്രതിസന്ധികൾ, അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു, ഇത് ഹലാലായ ഭക്ഷണം ഉപയോഗപ്പെടുത്തി വയറ് നിറക്കുമ്പോഴാണ് ഹലാലല്ലാത്തതൊന്നും തന്നെ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ വെള്ളത്തിലോ ഒന്നും തന്നെ കടന്നു വരാൻ പാടില്ല. ഹലാലല്ലാത്തതൊന്നും തന്നെ കടന്നു വരാൻ പാടില്ല. അതിലൊക്കെ കൃത്യതയും ഒരു ജാഗ്രതയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം അതുകൊണ്ടൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അതാണ് ഇമാമുൽ ഹറമൈനി തങ്ങളുടെ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും. എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ബില്ലടക്കാതെ പുറത്തേക്ക് ചാടിയാൽ, അല്ലെങ്കിൽ ആരാന്റെ പറമ്പിൽ നിന്ന് തേങ്ങ മെല്ലെ ഇങ്ങനെ നമ്മളെ പറമ്പിൽ കൊണ്ട് വലിച്ചിട്ടിട്ട് ആ തേങ്ങ അരച്ചിട്ട് ചാറുണ്ടാക്കി കൂട്ടാൻ വെച്ച് കൂട്ടിയാൽ, അതിൻ്റെയൊക്കെയും ദുരന്തങ്ങൾ നമ്മുടെ ഇബാദത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് 12 മണിക്ക് തന്നെ നിർത്തണം എന്ന് സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസാനമായി ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെയും തന്നെ അവൻ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നാം ധരിക്കുന്ന ഉടയാടകളൊക്കെയും തന്നെ ഹലാലായ ഭക്ഷണങ്ങളും ഹലാലായ ഉടയാടകളും പടച്ച റബ്ബ് നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പരസ്യങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ ഹബീബായ മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്തേ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. ശക്തിമാൻ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. സ്വന്തം നഫ്സിനെ വിചാരണക്കെടുക്കുന്നവനാണ്. ഹാസബ നഫ്സഹു ഫിദ്ദുനിയാ ഖബല യുഹാസബ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ ദിവസത്തിൽ അവനെ വിചാരണക്ക് വിളിക്കുന്നതിന്റെ മുന്നേ സ്വന്തം ശരീരത്തെ വിചാരണക്കെടുക്കുന്നവരാരോ അവരാണ് ബുദ്ധിമാന്മാരാകുന്ന ആളുകള്, അവരാണ് ആരോഗ്യവാന്മാരാകുന്ന ആളുകള്, അവരാണ് ശക്തിമാന്മാരാകുന്ന ആളുകൾ കേട്ടോ. വല്ലാജിസൂ, ദുർബലനായ ആള് ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്.
മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, തന്റെ തടിയിച്ചക്കനുസരിച്ച് അതാ അവന്റെ നഫ്സിനെ അവൻ വിധേയപ്പെടുത്തുകയാണ്. തന്റെ തടിയിച്ച എന്താണോ തന്നോട് പറയുന്നത്, ആ തടിയിച്ചയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തടിയിച്ചക്കനുസരിച്ചു കൊണ്ടാണ് അവളുടെ പ്രവർത്തനങ്ങൾ ഉള്ളത്. അരുതായ്മകൾ ചെയ്യാൻ തടിയിച്ച പ്രേരിപ്പിക്കുമ്പോ അതേ ചെയ്യുക തന്നെ. ഇതാണ് നമ്മുടെയൊക്കെയും തന്നെ കുഴപ്പം. നമ്മൾ ഓർക്കേണ്ട വിഷയവും അതുതന്നെയാണ്. നമ്മുടെ ഹവൻ നഫ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് നമ്മെ എപ്പോഴും ഹറാമിലേക്ക് പ്രേരിപ്പിക്കുകയുള്ളൂ. അതാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തടിയിച്ചകള് ഹറാമിലേക്ക് പ്രേരിപ്പിക്കുകയുള്ളൂ. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹിഫ്ള് ലഭിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ആ കൂട്ടത്തിൽ നമ്മയൊക്കെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് തോന്നിയ രൂപത്തിൽ ജീവിക്കുക എന്നത് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് നിർവാഹമില്ല. അപ്പോ എന്ത് വേണം? തന്റെ നഫ്സിനെ വിചാരണക്കെടുക്കണം. അതിനോടൊപ്പം തന്നെ തെറ്റുകളൊക്കെ അങ്ങനെ ചെയ്യും, എമ്പാട് തെറ്റ് ചെയ്യും. എന്നിട്ട് മനസ്സിലുള്ള സമാധാനം എന്താണെന്നറിയോ? ഒരു സമാധാനത്തിലാ നിൽക്കണത്. ആ സമാധാനം എന്താ? പടച്ചോൻ ഇതൊക്കെ അറിയില്ലേ, പടച്ചോൻ പുറത്തു തരൂലേ, പടച്ചോനോട് തൗബ ചെയ്താ മതിയല്ലോ. ശരിക്ക് ശ്രദ്ധിക്കണേ, പടച്ചോനോട് തൗബ ചെയ്താ മതിയല്ലോ, എന്നാ പ്രശ്നം തീരല്ലോ. ഇങ്ങനെ പടച്ചോനിൽ എന്തായി ഒരു അമിതമായിട്ട് റബ്ബ് ഇതൊക്കെ എന്തായാലും എനിക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ഹവൻ നഫ്സിന് വഴിപ്പെടുക. ദോഷം ചെയ്യുന്ന മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ആരും ദോഷത്തിന്റെ പിന്നാലെ പോകുമ്പോ എന്റെ റബ്ബ് ഈ ദോഷത്തിന്റെ പേരിൽ നരകത്തിലിട്ട് കരിച്ചോട്ടെ എന്ന് ഒരാളും വിശ്വസിക്കൂല. ഒരാൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ഇല്ല. ഉണ്ടാവോ? നരകത്തിലിട്ട് കരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല, നാലും ഞാൻ ഈ തെറ്റ് ചെയ്യുന്നു. പിന്നെന്താ? പിന്നെ ചില ആളുകള് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ആ ഭാഗത്തേക്ക് ഒരാലോചന തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. മുസ്ലിമീങ്ങളാകുന്ന ആളുകളിൽ തന്നെ ചില തെറ്റ് സംഭവിച്ചു പോകുന്ന ആളുകൾ, അള്ളാഹിനെ പറ്റി പേടും ചിന്തയൊക്കെ ഉള്ള ആളുകൾ, അവർ ചിന്തിക്കലെന്താ? അത് പടച്ചോനോടൊന്ന് നന്നാക്കി അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് ഒരു തൗബ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാക്കാം നമുക്ക്. അവൻ ആജിസാണ്, ഒന്നിനും കൊള്ളരുതാത്തവളാണ്, ദുർബലനാണ്, ദുർബലയാണ്. ഇതാണ്. പിന്നെ വേണ്ടതെന്താണ്? വേണ്ടത് തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെയും തന്നെ എല്ലാ ഹറാമുകളോടും ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കി, അകൽച്ചയുണ്ടാക്കി, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സർവ്വ കോണുകളിലും അല്ലാഹു വിശുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി കുറച്ച് തഹ്ലീലും ചൊല്ലി നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. ഇന്ന് നമ്മുടെ ക്ലാസിന്റെ ആദ്യത്തെ ദിവസം ആണ്. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. നിങ്ങൾ ദീനിന്റെ ഖാദിമത്തുകളായി മാറണം. നിങ്ങളുടെ വീടുകളിലുള്ള മരുമക്കളെ, നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ അയൽപക്കങ്ങളെ ഒക്കെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരാളെങ്കിലും
ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ക്ലാസ് ഒന്ന് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒന്ന് നന്നാക്കാനും ഒരു വീണ്ടും വിചാരത്തിനും ഇത് കാരണമായാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുതലായില്ലേ സഹോദരിമാരെ? അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം. ഇപ്പൊ 200 ആളുകൾ അല്ലെങ്കിൽ 400 ആളുകൾ ഇപ്പൊ ഈ മജ്‌ലിസിലുണ്ട് എന്ന് വെക്കുക. 400 ആളുകളും നാളെ വരുന്ന സമയത്ത് ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നാൽ 800 ആളായില്ലേ നാളെ? നമ്മൾ പറയുന്നുണ്ട്, ആ പറയുന്നത് നാം ചെയ്യുന്ന ഇബാദത്താണ്. അത് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്. ദീനീ ദഅവത്തിൽ നല്ലതുകൊണ്ട് കൽപ്പിക്കുക, അംറും ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്തം, അതിന്റെ നിർവഹണം അതിലൂടെ നമ്മളുടെ ആ പറച്ചിലിലൂടെ ഉണ്ട്. എന്നാലും വീണ്ടും പറയാ, അപ്പൊ പിന്നെയും കൂലി കിട്ടും നമുക്ക്. പിന്നെയും പറയാ, അപ്പോഴും അല്ലാഹു തആല നമുക്ക് കൂലി തരും. ഓളോട് എത്ര പറഞ്ഞിട്ടും കാര്യമല്ല, അതൊക്കെ വേറെ ജാതിയാണ് എന്ന് നമ്മൾ വിധിയെഴുതരുത്. നമ്മൾ അവര് വരാൻ വേണ്ടി മാത്രമല്ല പറയുന്നത്, അവര് വരൽ നമ്മുടെ ലക്ഷ്യമാണ്. അവര് വരലാണ് നമ്മുടെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ബാധ്യത നിർവഹിക്കലും അതിലൂടെ നമ്മുടെ ലക്ഷ്യമാണ് കേട്ടോ. നമ്മുടെ ബാധ്യത നിർവഹിക്കലും നമ്മളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂലിയാണ്. വിളിച്ചു വന്നില്ല, നിങ്ങൾക്ക് ഒരു കൂലി കിട്ടി. വന്നാലോ 2 കൂലി കിട്ടി. ആ 2 കൂലിയുടെ ഒക്കെ വലുപ്പത്രയാണ്? അതൊക്കെ വലിയ ഒരുപാട് വലുപ്പമുണ്ടാവും. ഇവിടെ വന്നിട്ടാണ് എന്തായത്, അവള് ഈ വർഷത്തെ റമദാനിൽ എന്തായാലും ഒരു ഖത്മ് ഞാൻ തീർക്കും എന്ന് തീരുമാനം ഖത്മ് തീർത്തത് എന്ന് വെച്ചോ. നമ്മൾ ഒരുത്തിയെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുവന്നു. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും മൂമിനാത്തുകൾ ധാരാളം ഉള്ളത് കൊണ്ട് ഈ ക്ലാസ്സിന് ഈമാനികമായ ഒരു ചൈതന്യം ഉണ്ടാകും. ആ ഈമാനിക ചൈതന്യത്തിന്റെ മുൻപിൽ അവരും അകപ്പെടുമ്പം അതിന്റെ ഒരു പ്രകാശം അവർക്കും ലഭിക്കും. അപ്പൊ അവരുടെ മനസ്സിന് മാറ്റുണ്ടാവും, പടച്ചോനെ കൊല്ലത്തെ റമദാനിൽ എനിക്ക് എന്തായാലും ഒരു ഖത്മ് തീർക്കണം. അങ്ങനെ അവരൊരു ഖത്മ് ഓതി തീർത്തു എന്ന് വെച്ചോ. ആ ഒരു ഖത്മ് ഓതി തീർത്താൻ കാരണം നീ അവളെ ഈ മജ്‌ലിസിലേക്ക് കൂട്ടിപ്പിടിച്ചു കൊണ്ടുവന്നതല്ലേ. അപ്പോ ആ ഓതി തീർത്തതിന്റെ പ്രതിഫലം അവൾക്കുള്ളതുപോലെ ഒന്നുപോലും ആ ആൾക്ക് കുറഞ്ഞു പോകാതെ നിനക്കും അല്ലാഹു ആ ഒരു പ്രതിഫലം തരും കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു ചെറിയ കച്ചവടമാണോ? ഇത് ചെറിയ കച്ചവടമാണോ? ഒരിക്കലുമല്ല. ഇത് വലിയ ഒരു കച്ചവടമാണ്. ലാഭം മാത്രമുള്ള ബിസിനസ്സാണ്. ഇതിൽ നഷ്ടല്ല. ഇനി വന്നില്ല, നഷ്ടാണോ? വന്നില്ല കക്ഷി, നഷ്ടമാണോ? നഷ്ടമല്ല. ആ വിളിച്ചത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ വിളിച്ചതിന് നമുക്ക് കൂലിയുണ്ട്, വെറുതെ ആവില്ല. അപ്പോ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് വിളിക്കാം, ടെലഫോണിലൂടെ നമുക്ക് വിളിക്കാം, മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തി വിളിക്കാം, വാട്സപ്പിലൂടെ വിളിക്കാം, ഒക്കെ വിളിക്കാം. എടീ, ഈ തവണ നീ എന്തായാലും എൻ്റെ കൂടെ ഒന്ന് വരണം. എന്താ രസം എന്നറിയോ? AC റൂമാണ്, ഒരു പ്രശ്നമില്ല, നല്ല റാഹത്തുള്ള ക്ലാസ്സുകളാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അവസാനമൊക്കെ ആ ദുആയിലൊക്കെ ഒന്ന് കൂടിയിട്ട് നമുക്ക് പോരാ. ഞാൻ ഇത്രയും കാലമായില്ലേ ഞാൻ എന്നെ വിളിക്കണ്, ഒരു വട്ടെങ്കിലും എനിക്ക് എൻ്റെ കൂടെ ഒന്ന് പോന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരു വട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പിന്നെയും വരും. ഇവിടെ ആളെ കൂട്ടുക എന്നതല്ല നമ്മളുടെ ലക്ഷ്യം. മറിച്ച് ഈ നന്മകളൊക്കെ മറ്റുള്ള മുമിനാത്തുകളിലേക്കും മറ്റു കുടുംബങ്ങളിലേക്കും എത്തിച്ചേരുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അടുക്കള നന്നായാൽ ആ കുടുംബം മൊത്തം നന്നായി. അടുക്കള നന്നായാൽ ഒരു കുടുംബം മൊത്തം നന്നായി. അടുക്കള ചീത്തയായാൽ ആ കുടുംബം മൊത്തം ചീത്തയായി. ഇതാണ് സംഭവം. ബാപ്പാക്ക് സലാഹിയത്തുണ്ടായിട്ട് കാര്യമല്ല,
എനിക്കറിയാം തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, തഹജ്ജുദ് അടക്കം അദ്ദേഹം നിസ്കരിക്കും, ജമാഅത്ത് അദ്ദേഹം ഒഴിവാക്കൂല, നല്ല പടച്ചോനെ പേടിയുള്ള മനുഷ്യനാ. പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കള അല്പം വളഞ്ഞിട്ടാ. അടുക്കള വളഞ്ഞത് കൊണ്ട് തന്നെ ആ വീട്ടിലുള്ള പെൺകുട്ടികളും വളഞ്ഞുപോയി. എനിക്കറിയാവുന്നൊരു കേസാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഞാൻ ചീത്ത പറഞ്ഞല്ലോ, അടുക്കള വളയാ നീ പാവം പറഞ്ഞാണ്ട് ആരും വരാൻ നിൽക്കണ്ട. കണ്ടില്ലേ, പെണ്ണുങ്ങളെ ചീത്ത അറിയണം, അടുക്കള എന്നൊക്കെ പറഞ്ഞാട്ട് പരിഹസിക്കണമെന്നും പറയാൻ നിൽക്കണ്ട. അത് സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു വീട്ടിൽ ആണും പെണ്ണും നോക്കുമ്പോൾ പെണ്ണ് അടുക്കളയിലാണ് കൂടുതലുണ്ടാവുക, ആണുങ്ങൾ സിറ്റ് ഔട്ടിലും കുത്തിറക്കും. അത് സ്വന്തം ഭർത്താവിനും സ്വന്തം മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. പടച്ചോൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കൂലി കിട്ടുന്ന കാര്യമാണ്. അതുപോലെ വേറെ ആർക്കും കൊടുക്കൂല. നീ പുതിയാപ്പിള തന്നെ വന്നാൽ തന്നെ നിങ്ങളെന്താണ് മാറി തന്നെ കുറച്ചേരം ഇങ്ങനെ നോക്കും, എങ്ങനെ ഉണ്ട് മൂപ്പര്, അരി കിടണത് എങ്ങനെ, അത് വെള്ളത്തിൽ കിട്ടുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പിടുന്നത് എങ്ങനെ എന്നൊക്കെ കുറച്ചേരം മാറി ഇങ്ങനെ നോക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പം എരിഞ്ഞിട്ട് തൊള്ളേക്കാക്കാൻ കഴിയൂല കേട്ടോ, ഇത് ഇപ്പിട്ടിട്ട് ഇപ്പം കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ കഴിയൂല കേട്ടോ, അതിങ്ങനെ നിങ്ങളൊന്ന് മാറി നിന്നാണ്, ഇതൊക്കെ ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയേണ്ടി വരും. അത് പറയും. അത് അവരോടുള്ള അനിഷ്ടം കൊണ്ടല്ല, എനിക്ക് തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കി എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും കൊടുക്കണം എന്ന നിങ്ങളുടെ ആ ഒരു വല്ലാത്ത ആർത്തിയാണത്. അല്ലാതെ അടുക്കളയിൽ ചുരുട്ടിക്കെട്ടുകയല്ല സഹോദരിമാരെ ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തെ പോലെ ഏതു മതമാണ് ഇവിടെ സ്വാതന്ത്ര്യം കൊടുത്തത്? അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സ്വത്തവകാശമില്ലാത്ത കാലം, സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് പോലും സംശയം പറഞ്ഞിരുന്ന ഒരു കാലം, ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിന്റെ ചിതയിലേക്ക് ജീവനോട് കൂടെ എടുത്തു ചാടേണ്ടി വന്നിരുന്ന സ്ത്രീ സമൂഹമുണ്ടായിരുന്ന കാലം, ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോട് കൂടെ കുഴിച്ചു മൂടിയിരുന്ന കാലം, ഈ കാലഘട്ടത്തൊക്കെയും തന്നെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്ന് അരുത് മനുഷ്യ അരുത്, അവരും നിന്നെ പോലെ ജീവനുള്ള വിചാരമുള്ള വികാരങ്ങളുള്ള ആളുകളാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചവരെ കൈപിടിച്ചത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ കുതിര കയറാനാണ് ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്ത് ലിബറൽ ചിന്താഗതികൾ തലക്ക് പേറിയിട്ട് ഇവിടെ സ്ത്രീകളെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഡോക്ടർമാര് നിരന്തരം പറയാ, സ്ത്രീകള് പ്രദർശന കാഴ്ച പണ്ടത്തെ പോലെ പ്രദർശന വസ്തുവായി മാറി. ശരീരത്തിലും ചുണ്ടുകളിലും ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ, അവയുടെ അമിതമായ ഉപയോഗം കാരണം മർക്കുറി പോലെയുള്ള വസ്തുക്കൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നേരിട്ട് കടന്നു ചെന്ന് നല്ല ചുറുചുറുക്കുള്ള 17, 18, 20, 21 വയസ്സുള്ള ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട പെൺകുട്ടികൾ കിഡ്നി രോഗികളായി മാറുന്നുണ്ട് എന്ന് നമ്മുടെ ഡോക്ടർമാർ നിരന്തരമായി നമ്മെ മുന്നറിയിപ്പ് ചെയ്യുന്നുണ്ട്. ആധുനിക ഫെമിനിസ്റ്റുകളുടെയും ലിബറലിസവും ഒക്കെ തലയിൽ കയറിയത് കൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ആഭാസങ്ങളിൽ നിന്ന് മാറി നിന്നു എന്റെ ശരീരം അന്യ പുരുഷന്മാർ കാണേണ്ടതില്ല എന്ന് കരുതി ശരീരം മറച്ചു നടക്കുന്ന ഒരു മുസ്ലിമായ സഹോദരിയെ അവരെ ചാക്ക് ധരിക്കുന്നവരായി ചിത്രീകരിച്ച് ലോകം തിരിയാത്തവരായി ചിത്രീകരിക്കുമ്പോ ഇപ്പുറത്ത് അമിതമായ സ്വാതന്ത്ര്യ ചിന്ത തലക്ക് പിടിച്ച് ലിബറൽ ചിന്താഗതികളിലൂടെ കഴിഞ്ഞുകൂടുമ്പോ ആരോഗ്യം നഷ്ടപ്പെട്ട്, കിഡ്നി നഷ്ടപ്പെട്ട്, കരൾ നഷ്ടപ്പെട്ട് ജീവച്ഛവങ്ങളായി കുടുംബത്തിന് ഭാരമായി മാറേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ആധുനിക ലിബറലിസം കൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഇവിടെ വരുത്തി വെക്കുന്നത് എന്ന നേരറിവ് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, സഹോദരിമാരെ നമ്മിലുണ്ടാവണം. പരിശുദ്ധമായ ഇസ്ലാം ഒരു വസ്തുത നമ്മുടെ മുമ്പിലേക്ക് വച്ചാൽ അത് നമ്മെ പടച്ച സൃഷ്ടാവിന്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ എവിടെയും പിഴവ് സംഭവിക്കുകയില്ല. ആ തീരുമാനങ്ങളിൽ എവിടെയും പിഴവ് സംഭവിക്കുകയില്ല. അത് പഴഞ്ചനാവുകയില്ല. കാലം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ ക്ലാരിറ്റി വർദ്ധിക്കുകയുള്ളൂ. ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും
അതിൻ്റെ ക്ലാരിറ്റി വർദ്ധിച്ചത് ഇവിടെ കൊണ്ടേയിരിക്കും. അല്ലാഹു തആല സാധുക്കളാകുന്ന നമുക്ക് നൽകിയ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. നമ്മുടെ ഈമാനിന് പടച്ച റബ്ബ് കമാലിയത്തിനെ തരട്ടെ. നമ്മയൊക്കെയും അല്ലാഹു പൊരുത്തപ്പെടട്ടെ.